ഇല ക്ലിയർ ആയി. ഇല്ല മരമല്ലയോ സ്വാമി? നമ്മുടെ എന്താ തൈലമാ പ്രീതയെ പറഞ്ഞ് അരിമേധാതി ഉണ്ടാക്കുന്ന എണ്ണയുടെ അരിമ, അതിൻ്റെ ഇല കണ്ടോണേ കറക്റ്റായിട്ട്. കരിമേധത്തൊക്ക് ഉണ്ടോ? ഇതാണ് ഞരമ്പോടൽ. ഒരു നേരം എത്ര നേരം ഇല്ലയോ? അതെ, ഒരു ഞരമ്പെങ്കിലും പൊട്ടിയിട്ടുണ്ടോ? അത്ര വിശേഷമാണിത്. മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന ഏത് ഞരമ്പുകൾക്ക് ക്ഷതം സംഭവിച്ചാലും മുറിവ് സംഭവിച്ചാലും അതിനെയൊക്കെ നിവർത്തിക്കാൻ ഉത്തമമായ ഒരു ഒറ്റമൂല്യ ഔഷധമാണ് ഞരമ്പോടൽ. ഇതിൽ എണ്ണ ഉണ്ടാക്കുന്ന എണ്ണ ഉണ്ടാക്കാം, കഞ്ഞി വെച്ച് കുടിക്കാം. ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ട് അതിനകത്ത് കഞ്ഞി വെച്ച് തേങ്ങാപ്പാലും ചേർത്ത് കുടിച്ചാൽ വളരെ വിശേഷം. എണ്ണ ഉണ്ടാക്കാനും അരച്ച് ചാറെടുക്കുക, ചാറിന് സമയം എണ്ണ ചേർക്കുക, എന്തൊരു ഖരഭാഗത്തിൽ കാച്ചിയെടുക്കണം. അപ്പോൾ എല്ലാ ഉപയോഗത്തിനും കൊള്ളാവുന്ന ഒരു സാധനമാണ് ഞരമ്പോടൽ. പിന്നെ ഈ ഞരമ്പ് അകത്ത് അരച്ച് കഞ്ഞി കുടിക്കുന്നത് പറഞ്ഞില്ലേ? കഞ്ഞി കുടിക്കുന്ന കാര്യം അരച്ചല്ല, ഇടിച്ച് ചതച്ച് വെള്ളം അതിൻ്റെ നീരെടുക്കുക. നീരെടുത്തിട്ട് എന്ത് ചേർക്കും? അരി ഉണക്കല് നല്ല തവിടുകളെ തരിയാണെ ഫസ്റ്റ് ഞവര ചേർത്ത് കഞ്ഞി വെച്ചിട്ട് തേങ്ങാപ്പാൽ ചേർക്കണം. ചേർത്ത് കൊണ്ട് ഉപയോഗിക്കണം. ഉപയോഗിക്കുമ്പോൾ ഞരമ്പൊക്കെ നല്ല ക്ലീനായിട്ട് വരും. അതുകൊണ്ടാണ് ഇതിനെ ഞരമ്പോടൽ എന്ന് പറയുന്നത്. ആയുർവേദത്തിലൊന്നും ഇതിൻ്റെ ചികിത്സയില്ല. ആയുർവേദത്തിൽ ഞരമ്പോടൽ പറയുന്നില്ല. സിദ്ധവൈദ്യത്തിലാണ് ഇതെല്ലാം കിടക്കുന്നത്. സിദ്ധന്മാരുടെ ഒറ്റമൂലി മരുന്നുകൾ അതിലാണുള്ളത്. ഞരമ്പോടൽ. ഇതിൻ്റെ സ്ഥലം എവിടെ സ്വാമി? അതൊന്നും പറയാനൊക്കത്തില്ല എവിടാണെന്ന്. കൊല്ലിമല വല്ലതും? അല്ലല്ലല്ല, ഇതൊക്കെ വലിയ ഹൈറേഞ്ചുകളിലുണ്ടാകുന്നതാണ്. അതെ, ഇത് മരുത്തോമലയിലൊക്കെ ഉണ്ട്. ഞരമ്പോടലുണ്ടല്ലോ. കഞ്ഞി വെച്ച് കുടിക്കാം അല്ലേ? കഞ്ഞി വെച്ച് കുടിക്കാം. ഞരമ്പോടലിൻ്റെ ഒന്ന് കഴിയട്ടെ. ഞരമ്പോടൽ